റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ വയക്കാനോ മാച്ച്. ഈ ഒരു മാച്ച് എന്താ പറയുക, റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ മാച്ചാണ് ആസ് യൂഷ്വൽ. കാരണം വേറെ ഒന്നുമല്ല, ബാഴ്സലോണ അവിടെ അപ്പുറത്ത് ജയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിനും അപ്പം വിജയിച്ചേ പറ്റൂ. അതിൻ്റേതായിട്ടുള്ള എല്ലാ വീറും പക്ഷേ അവരുടെ ഈ ഒരു മാച്ചിൽ നമ്മൾ അർബലായുടെ അണ്ടറിലുള്ള ഈ ഒരു ടീമിന് നമ്മൾ കണ്ടിരുന്നു. കാരണം 4 points ഡിഫറൻസ് ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ. ഇപ്പോൾ അത് 1 പോയിൻ്റായിട്ട് ചുരുങ്ങി 2-1 എന്നുള്ളൊരു സ്കോറിന് ഈ ഒരു മാച്ച് വിജയിച്ചു. സോ അതുകൊണ്ട് തന്നെ 1 പോയിൻ്റായിട്ട് ചുരുങ്ങി. സോ എപ്പോൾ ആണെങ്കിലും പോയിൻ്റ് ടേബിൾ മാറാം. ബാഴ്സലോണ ഒന്ന് സമനിലയായി കഴിഞ്ഞാൽ അപ്പം പോയിൻ്റ് ടേബിളിലോട്ട് തുരന്ന് കയറാൻ നിൽക്കുകയാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മാച്ച് എന്താ പറയുക, ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഡ് ന്യൂസ് അവിടെ ഗ്രൗണ്ടിൽ നടന്നു. വേറെ ഒന്നുമല്ല, ജൂഡ് ബെല്ലിംഗാമിന് ലെഫ്റ്റ് ലെഗിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി അദ്ദേഹത്തിന് വന്നു. ഹാംസ്ട്രിങ് വലിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് കളിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ സബ് ചെയ്തു. ആസ് പെർ റിപ്പോർട്ട്സ്, ഇപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്നത് വരെ ആസ് പെർ റിപ്പോർട്ട്സ് 1 month അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും. ഓക്കെ, റയൽ മാഡ്രിഡ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഇഞ്ചുറി ആണെന്നുള്ള കാര്യം റയൽ മാഡ്രിഡ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഫാബ്രിസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 1 month വരെ ഈ വുഡ് ബി ഔട്ട്. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ബെല്ലിംഗാം ആ ഒരു സമയത്ത് ഔട്ടായി. അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ തന്നെ പുറത്തുപോയി. അത് റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പാക്ട്ഫുള്ളാണ്. കാരണം ഇനിയിപ്പോൾ ബെൻഫിക്കയ്ക്കെതിരെ റൗണ്ട് ഓഫ് 16 നോക്കൗട്ട് വരികയാണ്. സോ റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബെല്ലിംഗാം ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് എഫേർട്ട് ഉണ്ട്, അത് റയൽ മാഡ്രിഡ് ടീമിന് ചില സമയത്ത് അത്യാവശ്യമാണ്. ഇപ്പോൾ സൂപ്പർ കോപ്പ ഡി എസ്പാനിയയിലൊക്കെ ബെല്ലിംഗാം ഭയങ്കരമായിട്ട് നിറം മങ്ങിയിരുന്നു. പക്ഷെ എന്നാലും ബെല്ലിംഗാം ഇടുന്നൊരു ടൈപ്പ് ഓഫ് എഫേർട്ട് ഉണ്ട്, അത് റയൽ മാഡ്രിഡ് ടീമിന് ഭയങ്കര ഉപകാരമാണ് ആക്ച്വലി. ഓക്കെ, പക്ഷേ ബെല്ലിംഗാം പോയി, പിന്നെ അടുത്ത ആളെ ഇറക്കി. പിന്നെ 20th മിനിറ്റിൽ നമ്മൾ കണ്ടത് റയൽ മാഡ്രിഡായിരുന്നു. എസ്റ്റാഡിയോ ബെർണാബിയിലായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. റയൽ മാഡ്രിഡാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് തുരുത്തുരാന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20th മിനിറ്റിൽ വിനിക്ക് ഒരു ബോൾ കിട്ടി. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ, ചിലപ്പോൾ മേ ബി നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. വിനി 2, 3, 4 ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്തു അദ്ദേഹം. ഓക്കെ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് October 4 വിനീഷ്യസ് ജൂനിയർ ഒരു ഗോൾ സ്കോർ ചെയ്തത്. അത് കഴിഞ്ഞ് ലാലിഗയിൽ ചാമ്പ്യൻസ് ലീഗിലല്ല, ലാലിഗയിൽ ലാസ്റ്റ് October 4 ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഐ തിങ്ക് വിആറിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ ദിവസമാണ് ഒരു ഗോൾ സ്കോർ ചെയ്തത്. അത്രയും വലിയൊരു ഡ്രോട്ടാണ് വിനീഷ്യസ് ജൂനിയർ അവിടെ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതും ഒരു കിടിലൻ ഗോളിലൂടെയാണ്. അങ്ങനെ അത്ര മോശം ഗോളിലൂടെയൊന്നുമല്ല. ഇന്നത്തെ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങും നമുക്കറിയാം, റയൽ മാഡ്രിഡ് ടീമിനെ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തത് ബൈ വിസിൽസാണ്. കൊണ്ടാണ്, കൂക്കുവിളി കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ വെൽക്കം ചെയ്തത്. എസ്പെഷ്യലി വിനീഷ്യസ് ജൂനിയർ ഓൾവേസ് എപ്പോഴും എങ്ങനെയാണോ ആരെയാണോ ബൂ ചെയ്യാൻ സാധ്യതയുള്ളത്, പുള്ളി വിനീഷ്യസ് ജൂനിയർ തന്നെ, അദ്ദേഹത്തിന് തന്നെ വിസിലും കിട്ടി. സോ അതിനെ വിനീഷ്യസ് ജൂനിയർ അഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തത്, അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ കൊടുത്തത് ത്രൂ ദിസ് ഗോൾ. ഇതൊരു കിടിലൻ ഗോളാണ്. വിനീഷ്യസ് ജൂനിയർ ഗോൾ സ്കോർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കറിയാം അതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ടൈപ്പ് ഓഫ് ഗോളായിരിക്കും. അത് അങ്ങനെ തന്നെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ഞാൻ പറഞ്ഞല്ലോ, ഈസ് എ ബിഗ് ഗെയിം പ്ലെയർ. അദ്ദേഹം നല്ല ഫോമിലാണ് കളിക്കാറുള്ളത്, നല്ല ക്ലാസ്സുള്ള പ്ലെയറാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം എല്ലാ മാച്ചസിലും ഈ ഒരു ക്ലാസ് പുറത്തെടുക്കുന്നില്ല. അത് ശരിയാണ്, ചില സമയത്ത് ഔട്ട് ഓഫ് ഫോം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ മാച്ചിൽ എംബാപ്പെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. പക്ഷേ എംബാപ്പെ ഞാൻ വിചാരിച്ചിരുന്നു, ടു ബി ഫ്രാങ്ക്, ഇന്നത്തെ മാച്ചിൽ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു എംബാപ്പെ ചെയ്യുന്നത് ഒന്നും ഇമ്പാക്ട്ഫുൾ ആവുന്നില്ല, ഡ്രിബിൾ ചെയ്തതൊന്നും സക്സസ്ഫുൾ ആവുന്ന, ഷോട്ടൊക്കെ എതിരെയോ പറന്നു പോകുമായിരുന്നു എംബാപ്പെ. പക്ഷേ എംബാപ്പേനെ അർബലാവോ സബ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചിരുന്നു, ടു ബി ഫ്രാങ്ക്, ഇന്നത്തെ മാച്ചിലൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മസ്തൻതുവാനെ മാറ്റി ഗോൺസാലോ ഗാർസിയനെ കൊണ്ടുവന്നു, ആർദെ ഗുളറിനെ മാറ്റി റോഡ്രിഗോനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഗോൺസാലോ ഗാർസിയനെ സ്ട്രൈക്കറായിട്ട് നിർത്തിയിട്ട് ആർദെ ഗുളറിനെ അവിടെ തന്നെ വെച്ചിട്ട് എംബാപ്പേനെ മാറ്റി റോഡ്രിഗോനെ കൊണ്ടുവന്നൂടെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം എംബാപ്പെ അത്രയും ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് ആ ഒരു അവസാന നിമിഷം എക്സ്ട്രാ ടൈമിൽ കിട്ടിയ ആ ഒരു പെനാൽറ്റി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് എംബാപ്പേനെ അവിടെ വെച്ചത് എന്നുള്ളത്. കാരണം അത്രയും ക്രൂഷ്യൽ ടൈമിൽ, അത്രയും പ്രഷർ സിറ്റുവേഷൻസിൽ പെനാൽറ്റി എടുക്കാൻ പറ്റിയ വേറൊരു പ്ലെയർ ഇല്ല. വിനീഷ്യസ് ജൂനിയറിനെ വിശ്വസിക്കാൻ പറ്റില്ല, റോഡ്രിഗോനെ അത്രയധികം നമ്പാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എംബാപ്പെ നമ്മൾ കണ്ടു ഓൾറെഡി വളരെ കൂളായിട്ട് അതെടുത്തു. അപ്പോൾ ഔട്ട് ഓഫ് ഫോം ആണെങ്കിലും ടീമിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് എംബാപ്പെ നോക്കുന്നത്. അതുപോലെ വിനീഷ്യസ് ജൂനിയറും ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ എങ്ങനെയെങ്കിലും ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത്രയും ക്ലാസ്സുള്ളൊരു പ്ലെയറാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചെയ്തേ പറ്റൂ. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. അതാണ് എനിക്ക് അദ്ദേഹം എല്ലാ മാച്ചിലും ഇങ്ങനെ ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് ഫോമിൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഓക്കെ, അങ്ങനെ 20th മിനിറ്റിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു. 1-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇന്നത്തെ മാച്ച് ഞാൻ പറയല്ലോ, ടു ബി ഫ്രാങ്ക്, ഒരു കയ്യിലൊരു ടച്ച് ഉണ്ടായിരുന്നത് വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിലായിരുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെയായിരുന്നു കംപ്ലീറ്റ് അറ്റാക്കും. റയൽ മാഡ്രിഡ് 30 to 40 അറ്റാക്സ് നടത്തി. അതിലൊരു
20 to 25 അറ്റാക്സും ലെഫ്റ്റ് വിങ്ങിലൂടെയാണ്. കാരണം വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിലാണ് ബോളിൻ്റെ കൺട്രോൾ ഉള്ളത്. അവൻ എംബാപ്പെ ഫോമല്ല. മസ്തൻതോനോ കഴിഞ്ഞ 2 മാച്ചസ് ആയിട്ട് കംപ്ലീറ്റ് ഔട്ടാണ്. പിന്നെ ആർദേ ഗോളർ കംപ്ലീറ്റ് ബോൾ കൊടുക്കുന്നത് വിനീഷ്യസ് ജൂനിയറിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അറ്റാക്കുകളൊക്കെ കംപ്ലീറ്റ് അതിലൂടെയായിരുന്നു വരുന്നത്, ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്ക് വരുന്നത്. വിനീഷ്യസ് ജൂനിയർ അതിൻ്റേതായുള്ള കുറേ റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ബോളുകളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, വിനി ബ്രൈം ഡൈസിന് ഒരു ബോൾ കൊടുത്തു, ഒരു ഫ്രീ ബോളാണ്. ബ്രൈം ഡൈസിനാണെങ്കിൽ ഷോട്ട് എടുക്കാം, പക്ഷേ അദ്ദേഹം അത് എംബാപ്പയ്ക്ക് കൊടുത്തു. അതൊരു വേണ്ടായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. ബ്രൈം ഡൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോളായേനെ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. അത്രയധികം ഗോളുകളൊന്നും വരാം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് റയൽ വായക്കാർ ഒരു ചേഞ്ച് നടത്തിയപ്പോൾ അവരുടെ ടീമിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ്ഫുൾ ആയി. സെക്കൻഡ് ഹാഫ് ഒരു 20-30 മിനിറ്റ് കംപ്ലീറ്റ് അറ്റാക്കും റയൽ വായക്കാനുമായിരുന്നു. റയൽ മാഡ്രിഡിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അവരുടെ ഒരു അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് അവരൊരു ഗോൾ സ്കോർ ചെയ്തു. തിബോ കൂട്ടോ ബീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് ആ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല റയൽ വായക്കാൻ. ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാരണം റയൽ മാഡ്രിഡിന് ഈ ഒരു മാച്ചിൽ ഓഫ് കോഴ്സ് ഈ മാച്ചിൽ വിജയം നിർബന്ധമാണ്. കാരണം 1-1 സ്കോറിൽ ഡ്രോ പോലും പറ്റില്ല. കാരണം പോയിന്റ് ടേബിളിൽ ഇപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ ആ ഒരു 80 മിനിറ്റ് 75 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് കംപ്ലീറ്റ് റയൽ മാഡ്രിഡ് അറ്റാക്കുകളായിരുന്നു. എംബാപ്പെ ട്രൈ ചെയ്യുന്നുണ്ട്, പറ്റുന്നില്ല. ബ്രൈം ഡൈസിന് നല്ലൊരു 1-2 ഷോട്ട് ഉണ്ടായിരുന്നു, പറ്റുന്നില്ല. പക്ഷേ റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. അതിൻ്റെ എല്ലാ ഡിഫൻഡേഴ്സ് എല്ലാവരും കൂടിയും പോയി അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ ഫ്രീ ആയതുകൊണ്ട് അവരുടെ നമ്പർ 9 സ്ട്രൈക്കിന് ഒരു ഓപ്പൺ ചാൻസും ഇവിടെ കിട്ടിയിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ബോക്സിൽ. പക്ഷേ കോട്ടോ അത് സേവ് ചെയ്തു ഭാഗ്യത്തിന്. ചങ്ങായി കോട്ടോ ഉള്ള സമയം ഉള്ളത് കൊണ്ടാണ് പല സമയത്തും റയൽ മാഡ്രിഡ് രക്ഷപ്പെടുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയലുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഓട്ടോ സേവ് ചെയ്തു. അങ്ങനെ 1-1 ഡ്രോ ആയിട്ട് മാറി. ഓക്കെ, അകത്ത് അങ്ങനെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി 80ാമത്തെ മിനിറ്റ് വരെ. പിന്നെയും റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പല പെനാൽറ്റി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയറിനെ ഫൗൾ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് റെഫറി പെനാൽറ്റി കൊടുത്തില്ല. എനിക്കത് കണ്ടിട്ട് പെനാൽറ്റി പോലെ തോന്നി, പക്ഷേ അവിടെ ടോമ ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, വേണേൽ കൊടുക്കാം, 50-50 ചാൻസാണ് റെഫറിക്ക്, വേണേൽ കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇവർ റയൽ വായക്കാരെ കംപ്ലീറ്റ് 11 ഡിഫൻസായി. കാരണം റയൽ മാഡ്രിഡിനെ ബെർണാബ്യൂവിൽ തോൽപ്പിക്കുക, സമനില പിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കംപ്ലീറ്റ് 11 മാൻ ഡിഫൻസായി. അങ്ങനെ ആയ സമയത്ത് റയൽ മാഡ്രിഡ് 11 മാൻ അറ്റാക്ക് പോയി, കോട്ട് ഒഴിച്ച് 10 മാൻ അറ്റാക്കായി. അതിൻ്റെ ഇടയിൽ ബ്രൈം ഡൈസിന് എംബാപ്പെ ഒരു ബോൾ കൊടുത്തു. എംബാപ്പയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് റയൽ വായക്കാനയുടെ ഡിഫൻഡറുടെ ഒരു അടി അടിച്ചു, 1-1.5 അടി. അത് ഇവിടെയാണ് അടിച്ചത്. ഓക്കെ, അത് ബ്രൈം ഡൈസിൻ്റെ ഇവിടെ അടിച്ച സമയത്ത് അത് ഫൗളായി ഫ്രം ഇൻസൈഡ് ദ ബോക്സ്. പെനാൽറ്റിയും കിട്ടി റയൽ മാഡ്രിഡിന്. ഓക്കെ, അങ്ങനെ 2-1 സ്കോറിന് ആ പെനാൽറ്റി ആദ്യം റോഡ്രിഗോ എടുക്കാൻ നിൽക്കുകയായിരുന്നു. പിന്നെ അത് ആ റോഡ്രിഗോ നേരെ എടുത്ത് എംബാപ്പയ്ക്ക് തന്നെ കൊടുത്തു. ആ ഒരു പെനാൽറ്റി കിട്ടിയതുകൊണ്ട് എന്താ പറയുക, ആ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ പ്രഷർ സിറ്റുവേഷൻസിൽ പെനാൽറ്റി എടുക്കാൻ പറ്റിയത് എംബാപ്പെ മാത്രമേ ഉള്ളൂ. ടു ബി ഫ്രാങ്ക് പറയാലോ, വിനിയുടെ പെനാൽറ്റി മെത്തേഡ് ഒരു സുഖമില്ല. മറ്റേ ഇവരുടെ പെനാൽറ്റി മെത്തേഡ്, റോഡ്രിഗോൻ്റെ റോഡ്രിഗോ പിന്നെ അധികം പെനാൽറ്റി അങ്ങനെ എടുക്കാറില്ല. ഓക്കെ, എംബാപ്പെ വരുന്നു, അതെടുക്കുന്നു, ഈസി ആയിട്ട് അത് ഗോൾ സ്കോർ ചെയ്യുന്നു. 2-1 ലീഡിൽ റയൽ മാഡ്രിഡ് എത്തുന്നു. ഓക്കെ, അതിന് മുമ്പ് ആ ഒരു ഗോള് പെനാൽറ്റി എടുക്കുന്നതിന് മുമ്പ് ഡാനി സബയോസിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൗൾ റയൽ വായക്കാരോട് ഒരു ഡിഫൻഡർ വെച്ചു. അത് ഓഫ് കോഴ്സ് എന്താ സംഭവിച്ചത്, റെഡ് കാർഡ്, റെഫറി ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് റോഡ്രിഗോ ബോളൊന്ന് ജസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് ആ ടച്ച് ലൈൻ്റെ അവിടുന്ന് റോഡ്രിഗോനെ തള്ളിയിട്ട് വരുത്താം. ആ ചങ്ങായിക്ക് റെഡ് കാർഡ് കിട്ടി. അത് എംബാപ്പെ തിരിച്ച് ചോദിക്കാനും പോയി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ്. എന്തായാലും റയൽ മാഡ്രിഡ് വിജയിച്ചു. വിനീഷ്യസ് ജൂനിയർ ഗോൾ സ്കോർ ചെയ്യുന്നു. മൊത്തത്തിൽ ഹാപ്പിയാണ് റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. സോ നമുക്ക് ഇനി പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ഇനി ഒരു മാച്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അറിയായിരിക്കും, റയൽ മാഡ്രിഡിന് റൗണ്ട് ഓഫ് 16 നോക്കൗട്ടിന് ചാമ്പ്യൻസ് ലീഗ് കിട്ടിയത് ബെൻഫിക്കയാണ്. ഒരു സ്റ്റാഡിയോ ബെർണാബ്യൂവിൽ ഒരു മാച്ച് ഉണ്ടാവും. ബെൻഫിക്കയുടെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഫോർട്ടുള്ള മാച്ചിന് തോറ്റില്ലേ, അവിടെയും ഒരു മാച്ച് ഉണ്ടാവും. അങ്ങനെ 2 മാച്ച്, ആ 2 മാച്ചും വിജയിച്ചാൽ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആവാം. റൗണ്ട് ഓഫ് 16 കിട്ടാൻ ചാൻസ് മാഞ്ചസ്റ്റർ സിറ്റിയും സ്പോർട്ടിംഗ് CP ആണ്. ഓൾറെഡി എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ എല്ലാ ടീമിൻ്റെയും UCL റൗണ്ട് ഓഫ് 16 നോക്കൗട്ട് എങ്ങനെയാണ് ആർക്കൊക്കെ കിട്ടാൻ ചാൻസ് എന്ന് കംപ്ലീറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റയൽ മാഡ്രിഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്ത് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.